താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. MC റോഡിൽ കാലടി പാലത്തിലെ കനത്ത ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ഹൃദയസ്തംഭനമുണ്ടായ കാർ യാത്രികൻ സമയോചിതമായ ഇടപെടലുകളിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. പെരുമ്പാവൂർ പള്ളിക്കവല സ്വദേശി ചീരക്കാക്കുടി CE സിനോജാണ് പൂർണ്ണ ആരോഗ്യവാനായി ആശുപത്രി വിട്ടത്. MC റോഡിൽ കാലടി പാലത്തിലെ കനത്ത ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ഹൃദയസ്തംഭനമുണ്ടായ കാർ യാത്രികൻ സമയോചിതമായ ഇടപെടലുകളിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. പെരുമ്പാവൂർ പള്ളിക്കവല സ്വദേശി ചീരക്കക്കുടി CE സിനോജാണ് പൂർണ്ണ ആരോഗ്യവാനായി ആശുപത്രി വിട്ടത്. നെഞ്ചുവേദനയെ തുടർന്ന് കാറിൽ ആശുപത്രിയിലേക്ക് പോകും വഴി കാലടി പാലത്തിലെ കുരുക്കിൽപ്പെട്ട് സിനോജ് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഈ സമയം സമീപത്തുണ്ടായിരുന്ന സ്വകാര്യ ബസ്സിലെ യാത്രികരായ ആർദ്ര, അഞ്ജലി എന്നീ നഴ്സുമാർ ഓടിയെത്തി സിനോജിന് ഉടനടി CPR നൽകി ജീവൻ നിലനിർത്തി. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ എത്തിച്ച സിനോജിനെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സാജൻ നാരായണന്റെ നേതൃത്വത്തിൽ അടിയന്തര ആൻജിയോപ്ലാസ്റ്റിക് വിധേയനാക്കി ബ്ലോക്ക് നീക്കുകയായിരുന്നു. ചികിത്സയ്ക്ക് ശേഷം സുഖം പ്രാപിച്ച സിനോജിനെ ആശുപത്രി ഡയറക്ടർ ഫാദർ ജേക്കബ് G പാലക്കപ്പള്ളിയുടെയും മെഡിക്കൽ സംഘത്തിന്റെയും നേതൃത്വത്തിൽ പൂച്ചെണ്ടുകൾ നൽകി യാത്രയാക്കി. നെഞ്ചുവേദനയായിട്ട് വീട്ടിൽ നിന്ന് സ്വന്തം കാർ ഓടിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴി അദ്ദേഹം പെട്ടെന്ന് കൊളാപ്സ് ആകുകയും വഴിയിലുണ്ടായിരുന്ന യാത്രക്കാരുകളായ 2 നഴ്സുമാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് അദ്ദേഹത്തിന് CPR കൊടുത്ത് ഒരുമാതിരി സ്റ്റേബിളാക്കി നമ്മുടെ ആശുപത്രിയിൽ കൊണ്ടുവരാനായിട്ട് ഇടയായി. നമുക്ക് വളരെ പരിചിതനായ അല്ലെങ്കിൽ ഈ മേഖലയിൽ നിപുണനായ ഡോക്ടർ സാജൻ നാരായണൻ്റെ കൈകളിൽ തന്നെയാണ് സിനാജിന് ചികിത്സ കിട്ടാനായിട്ട്. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായത് തീർച്ചയായിട്ടും. നേരത്തെ തന്നെ ഇവിടെ വന്ന് ഹാർട്ടിന് ചികിത്സ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജൻ നാരായണൻ തന്നെയാണ് നേരത്തെയും ചികിത്സ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല പരിചയമാണ്. ഈ അവസരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിനെ സഹായിക്കാൻ സാധിച്ചു, നമുക്കൊരു നിമിത്തമാകാൻ കഴിഞ്ഞു എന്നുള്ളതും അദ്ദേഹത്തെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ തന്നെ ഇവിടുന്ന് യാത്രയാക്കാൻ കഴിയുന്നു എന്നുള്ളതും ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് എല്ലാ ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ആശംസിക്കാനുള്ളത്. സിനാജ് രാവിലെ നെഞ്ചുവേദനയായിട്ട് സ്വയം വണ്ടി ഓടിച്ച് വന്ന് പെരുമ്പാവൂർ ഒരു ട്രാഫിക് ജാമിൽ പെടുകയും അദ്ദേഹത്തിന് അവിടുന്ന് അറ്റാക്ക് പുരോഗമിച്ചതുകൊണ്ട് കുറച്ച് ക്രിട്ടിക്കലാവുകയും ചെയ്തു. ആ ക്രിട്ടിക്കലായ സമയത്ത് ആ നഴ്സുമാരുടെ സമയോചിതമായ ഇടപെടൽ വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ അദ്ദേഹം ആശുപത്രിയിൽ റിസീവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൾസും ബ്ലഡ് പ്രഷറും എല്ലാം നോർമലിന് വളരെ അടുത്തായിരുന്നു. സാധാരണ ഇത്രയും വൈകി വരുന്ന രോഗികൾക്ക് സാധാരണ ക്രിട്ടിക്കൽ ആവാറുണ്ട്. പക്ഷേ അത് ആ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് നിന്ന് അവർ കൊടുത്തിട്ടുള്ള ആ പ്രാഥമിക ചികിത്സ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ വന്ന സമയത്ത് മിസ്റ്റർ സിനാജിന് ഹാർട്ടിൻ്റെ വലതുവശത്തും അടിവശത്തുമായിട്ട് അറ്റാക്ക് ആയതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടിരുന്നു ECGയിൽ. ഉടനെ കാത്ത് ലാബിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, പ്രാഥമിക മരുന്നുകളുടെ പ്രയോഗത്തിന് ശേഷം ആൻജിയോഗ്രാം ചെയ്യും, ആ ബ്ലോക്ക് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു രോഗം വരികയും ചികിത്സിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ ലക്ഷണങ്ങളും മറ്റും പരിചിതമായിരുന്നു ആ രോഗിക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആശുപത്രിയിൽ പുലർച്ചെ തന്നെ രാവിലെ ഈ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് പന്തികേട് തോന്നിയിട്ട് വേഗം ആശുപത്രിയിലേക്ക് പുറപ്പെട്ട് വരുമായിരുന്നു. അപ്പോഴാണ് ഈ പെട്ടെന്ന് പുരോഗമിക്ക് ഇങ്ങനെ പ്രശ്നം ചെയ്തത്. എന്തായാലും നമ്മുടെ ഈ സിനാജിൻ്റെ ചികിത്സ സക്സസ് ആയത് ആശുപത്രിയും ഡോക്ടർമാരുടെയും കൊണ്ട് കഴിവുകൊണ്ട് മാത്രമല്ല, ഈ സമൂഹത്തിൻ്റെ അതിൻ്റെ അവയർനെസ്, അതിൻ്റെ ഈ അസുഖം ഇങ്ങനെ വന്നെങ്കിലും അത് പെട്ടെന്ന് ഇടപെടുകയും രോഗിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പറ്റും. എത്തിച്ചതിന് ശേഷം മാത്രമാണ് ഡോക്ടർക്കും മറ്റവർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എത്തുന്നതിന് മുമ്പാണ് രോഗികൾക്ക് സാധാരണ രോഗം മൂർച്ഛിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. അത് വളരെയധികം കമൻറ്റബിൾ ആണ്. ഇനി ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് മിസ്റ്റർ സിനാജ് പോകുന്നത്. ഇനിയെങ്കിലും അദ്ദേഹത്തിന് വീണ്ടും പ്രശ്നങ്ങൾ വരാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. രക്ഷകരായവർക്ക് നന്ദി പറഞ്ഞാണ് സിനോജ് മടങ്ങിയത്.
വരുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് രഞ്ജിത്ത് എന്ന് പറഞ്ഞ ചേട്ടനാണ് എന്നെ സൈഡാക്കിക്കോളാൻ പറഞ്ഞത് കാറ്. അപ്പോൾ തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അയാൾക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രൈവിങ് പുള്ളിയിലേക്ക് ഏൽപ്പിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എൻ്റെ സീറ്റ് ബെൽറ്റ് അഴിച്ചോടുകൂടി ഞാൻ താഴെ വീണു. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ ICUവിലായിരുന്നു ഇവിടെ വന്ന്. അതിനു മുമ്പ് ഇവിടെ ലിറ്റിൽ പവറിൽ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എല്ലാ സിസ്റ്റർമാരും ഓടി വന്നു എന്നൊക്കെയാണ് പറയുന്നത്. കാഷ്വാലിറ്റിയിൽ വന്നപ്പോൾ എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ആ 2 പേര് CPR തന്നുകൊണ്ടാണ് ഞാനിവിടം വരെ എത്തിയെന്ന് പറയുന്നു. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഞാൻ 2020 ഒരു 5 പ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ കുറ്റം കൊണ്ടായിരിക്കാം ചിലപ്പോൾ. കാരണം ഞാൻ സ്മോക്കിംഗ് ഉണ്ടായിരുന്നു. രണ്ടാമത് വരാനുള്ള കാരണം അതാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. ഇപ്പോഴും സ്മോക്ക് ചെയ്യണവരോടും പറയാനുള്ളത് അത് തന്നെയാണ്. മാക്സിമം സ്മോക്ക് ചെയ്യാതിരിക്കുക. കാര്യം ഡോക്ടർ ഒരുപാട് പറഞ്ഞു തരുന്നുണ്ട്. എങ്കിൽ പോലും നമ്മളത് കാര്യമാക്കുന്നില്ല. ശരിക്കും വേറെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ICUവിൽ കയറ്റിയ സമയം മുതൽ അവർ എന്നെ കെയർ ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ്. ഇവിടെ അതിൽ കുറേ പേര് ഇവിടെ തന്നെ ഉണ്ട്. എങ്കിലും പിന്നെയും എടുത്തു പറയാനുള്ളത് ഇപ്പോൾ ഒരു സോഷ്യൽ വർക്കർ ഉണ്ട്. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൻ്റേതായിട്ടുള്ള എല്ലാവരോടും ഞാൻ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൂടാതെ എന്നെ സഹായിച്ച, വഴിയിൽ കിടന്നപ്പോൾ സഹായിച്ച, CPR എന്ന് സഹായിച്ച ആ 2 നഴ്സുമാരോടും ഞാൻ ഹൃദയം തൊട്ട് നന്ദി പറയുന്നു. അതുകൂടാതെ ഇവിടെ ഇപ്പോൾ സാൻസാറുണ്ട്, ഇതിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്. ഒരു ഹോസ്പിറ്റലിലേതായിട്ടുള്ള എല്ലാവരും ഇതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. എന്തായാലും ഒരു പുനർജന്മമാണ് എൻ്റെ. എല്ലാവരും അതിനെ സഹായിച്ചതിലും എല്ലാത്തിനും നന്ദിയോട് ഞാൻ ദൈവത്തിന് കടപ്പെട്ടിരിക്കുന്നു.